ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിലൊക്കെ മിക്കവാറും വീടുകളിൽ ഇപ്പം ഇങ്ങനെ പാല് കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ റബ്ബർ ബാൻഡിൻ്റെ ഒരു ചുറ്റൊന്ന് അഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പാനിലേക്ക് പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലിൽ നിന്നൊക്കെ പാൽ ഒഴിക്കുന്ന പോലെ ഒഴിക്കാം കേട്ടോ. പെട്ടെന്ന് കൈ തന്നെ തെറ്റിപ്പോകുമോ മറിഞ്ഞു പോകുമോ ഒന്നുമില്ല. ഈസി ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. റബ്ബർ ബാൻഡ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അതുപോലെ ഷുഗർ ഇട്ട് വെക്കുന്ന ബോട്ടിലിൽ എത്ര ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഉറുമ്പ് ശല്യം മാറാത്തവർക്കുണ്ടല്ലോ, നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ഉപ്പ് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ബോട്ടിൽ ഷുഗർ ഇട്ട് വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ സൈഡിൽ ഇതുപോലെ സൈഡിൽ, അതുപോലെ അതിൻ്റെ ക്യാപ്പിൻ്റെയും സൈഡിൽ ഒന്ന് ഉപ്പ് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിലിൽ തന്നെയല്ല നമ്മൾ ആ വയ്ക്കുന്ന ഏരിയയിലേക്കൊന്നും ഉറുമ്പ് വരണതായിട്ട് കാണില്ല കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബക്കറ്റും മഗ്ഗൊക്കെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഒരു വെളുവെളുപ്പ് ഉണ്ടാവുമല്ലോ. എത്ര കഴുകിയാലും ക്ലീൻ ആവാത്ത എല്ലാ സീസണിലും ഉണ്ടാകും, എന്നാലും മഴക്കാലത്ത് കൂടുതലായിരിക്കും. ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം നമുക്ക് കൈ മുക്കിയാൽ പൊള്ളാത്ത തരത്തിലുള്ള ചൂടിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ്, ഒരു 7 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ സ്ക്രബ്ബർ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. വീട്ടമ്മമാർക്കൊക്കെ ഈ മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ബക്കറ്റൊക്കെ ഇതുപോലെ വൃത്തികേടായിരിക്കുക എന്നുള്ളത്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി. നല്ല റഫായിട്ടിരിക്കും. വെളുവെളുപ്പൊക്കെ തീരെ പോയി കിട്ടും. പിന്നെ ഞാനിത് എപ്പോഴും പറയാറുള്ള ഒരു ടിപ്പാണ്. മഴക്കാലത്തൊക്കെ പത്രി ഉണക്കാനായിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റോവിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം മാത്രം ഇട്ടിട്ടുള്ള ജാതിയുടെ ആ ഫ്ലവറാണ്. പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഫംഗസ് ഒന്നും കയറാതെ നമുക്ക് ചീത്തയായി പോവാതെ ഇതുപോലെ ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇതുപോലുള്ള ടിപ്പുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്